വീണ്ടും ഒരു ബ്രേക്കിംഗുമായി നമുക്കൊപ്പം VS രഞ്ജിത്താണ് ഉള്ളത്. വളരെ മലബാർ മേഖലയിൽ നിന്നുള്ള വാർത്തയാണെന്ന് തോന്നുന്നു. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. യെസ്, എന്തോ ഒരു ബ്രേക്കിംഗ് വാർത്തയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ലീഗുമായി ബന്ധപ്പെട്ട, സമസ്തയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണെന്ന് തോന്നുന്നു. എന്താണത്? ഡോക്ടർ അരുൺ, നേരത്തെ അഷ്കർ അലി മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കും. അതായത് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പാണക്കാട്ട് തങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ഒരു സൗഹൃദം അത് ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം തുടരുകയാണ്. കാരണം ക്രൈസ്തവ സഭകളുമായും ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും UDF അകലുന്നതിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ആ ഒരു സൗഹാർദ്ദം നഷ്ടപ്പെടുന്നു, BJPയിലേക്ക് ക്രൈസ്തവ സഭകൾ അടുക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാണക്കാട്ട് തങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നീക്കങ്ങൾ. ഇന്നിപ്പോൾ ക്ലീമിസ് ബാബ ഇന്നലെ അവിടെ പാണക്കാട്ട് എത്തിയതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിന് തൊട്ടു മുമ്പ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം കേക്ക് മുറിച്ച് കേക്ക് പങ്കിട്ട് കഴിച്ചിരുന്നു. ഈ ഒരു നീക്കത്തിനെതിരെ ഇപ്പോൾ സമസ്തയിലെ യുവജന നേതാവായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് മതവിരുദ്ധവും നിഷിദ്ധവുമാണ് എന്നുള്ളതാണ്. നേരത്തെ പാണക്കാട് ഹൈദരലി ശാബ്ദങ്ങളും മുഹമ്മദ് അലി അമ്പലക്കടവിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നേരിട്ട് കണ്ടുവരാം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൽ നിന്നുണ്ടായിരിക്കുന്നത്. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിനെതിരെയാണ് വിമർശനം. ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്നു. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ. കേക്ക് മുറിക്കലൊന്നുമല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ. മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം. ഓക്കെ, VS രഞ്ജിത്ത്, ഹമീദ് ഫൈസി അമ്പലക്കടവ് കടുപ്പിച്ചാണ് പറയുന്നത്. ഇന്നിപ്പോൾ ക്ലിമീസ് ബാവ തിരുമേനിയുടെ സന്ദർശനം നമ്മൾ പ്രധാനപ്പെട്ട വാർത്തയാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എല്ലാ കാലത്തും ലീഗ് ഈ വിഷയത്തിൽ ഒരു ഉൾക്കൊള്ളൽ സമീപനമുണ്ട്. എല്ലാ സമുദായങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു അക്കോമഡേറ്റീവായ സഹിഷ്ണുതയുടെ ഒരു രാഷ്ട്രീയം എപ്പോഴും ലീഗ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകളുടെ മുനമ്പം വിഷയത്തിലുമെല്ലാം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ വിമർശനം? ഡോക്ടർ അരുൺ, ഇതിൽ ഒരു ആചാരപരമായ കാര്യമല്ല സമസ്ത നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആചാരത്തെ മുൻനിർത്തിയാണ് വിമർശനമെങ്കിലും ഇത് പാണക്കാട്ട് തങ്ങൾക്കെതിരായ വിമർശനമാണ്. ഇത് അതിന് മതാചാരത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാണക്കാട് തങ്ങന്മാർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്കൊക്കെ എതിരെ പറയുക എന്നുള്ളതാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. നേരത്തെ ഹൈദരലി ശാബ്ദങ്ങളും മുഹമ്മദ് അലി ശാബ്ദങ്ങളും ഒക്കെ വേദിയിൽ നിലവിളക്ക് കൊളുത്തുന്നതായി സ്വീകരിച്ച നിലപാട് അതാണ് ഇവിടെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ എടുത്തുകാട്ടി പാണക്കാട്ട് തങ്ങളെ വിമർശിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ തന്നെ ഇന്നലെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം നമ്മൾ കൊടുത്തിരുന്നത് PMA സലാമിനെതിരെയായിരുന്നു. അതായത് PMA സലാമിനെതിരെയും പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങൾക്കെതിരെയും ഒക്കെ സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധ ചേരി, ഉമർ ഫൈസി മുക്കൊക്കെ നയിക്കുന്ന ലീഗ് വിരുദ്ധ ചേരി നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങൾ നടത്തിയ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ അരമനയിലുള്ള സന്ദർശനവും അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്ത് പങ്കുവെച്ചതുമൊക്കെ അതിനെ വിമർശിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ ക്രൈസ്തവ സഭകളുമായി അടുക്കുന്നതിനെ അല്ല വിമർശിക്കുന്നത്, പാണക്കാട് തങ്ങന്മാർ നടത്തുന്ന അല്ലെങ്കിൽ ലീഗിലെ ഒരു വിഭാഗം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരിക എന്നുള്ളതാണ് ലീഗ് വിരുദ്ധ ചേരിയിൽപ്പെട്ട സമസ്ത നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സാദിഖ് അലി ശാബ്ദങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ആ സന്ദർഭവും സാഹചര്യവും അതിപ്പോൾ പറയാനിടയായ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ വളരെ വ്യക്തമാണ്.
ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ഇന്നലെയും ഹമീർ ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം വന്നിരുന്നു. ഇന്ന് ആ പ്രതികരണം കുറച്ചുകൂടി ഷാർപ്പായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്.